മനുഷ്യ ജീവിതത്തിലെ ആശ്രയ സങ്കേതങ്ങളാണ് സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായ ജഗദീശ്വരന്റെ സാന്നിധ്യം. ആ സന്നിധാന തിരുനടയിൽ ആശ്രയം അർപ്പിച്ച് അനേകം ആളുകളാണ് എത്തിച്ചേരുന്നത്. പ്രത്യേകിച്ച് തിരുവുത്സവ ദിനങ്ങളിൽ ആ പുണ്യദിനങ്ങളുടെ നേർക്കാഴ്ചകൾ മലയാളം ടൈംസ് ഈ തിരുനടയിൽ എന്ന പ്രോഗ്രാമിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഇന്ന് ഈ തിരുനടയിൽ കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ഒരു നാടിൻ്റെ ഉത്സവമായ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് TC ഗണേഷ് കുമാർ സാറിൻ്റെ വാക്കുകളിലേക്ക്. നമസ്കാരം. തിരുനക്കര മഹാദേവ ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം. മാത്രമല്ല കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ പ്രസിദ്ധമായ ക്ഷേത്രവും കൂടിയാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത, വർഷത്തിൽ 3 ഉത്സവം നടക്കുന്ന അത്യപൂർവങ്ങളായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രം. ആനി ഉത്സവം, അൽപ്പശി ഉത്സവം, പൈങ്കിനി ഉത്സവം. ഇതിൽ കാര്യമായി ഉത്സവാഘോഷങ്ങൾ നടക്കുകയും കലാപരിപാടികൾ നടക്കുകയും ഒക്കെ ചെയ്യുന്നത് പൈങ്കിനി ഉത്സവമാണ്. മീനം 1 കൊടികേറി മീനം 10 ആറാട്ടോടുകൂടി സമാപിക്കുന്ന പൈങ്കിനി ഉത്സവമാണ് ഇപ്പം നടന്നു വരുന്നത്. തിരുനക്കര ക്ഷേത്ര ചരിത്രം എല്ലാവർക്കും അറിയാം. തെക്കുംകൂർ മഹാരാജാവ് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ വടക്കുന്നാഥ ദർശനം നടത്തി വന്നിരുന്നു. ആ സമയം അദ്ദേഹത്തിന് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാതെ വന്ന ഒരു സമയത്ത് ഒരു സ്വയംഭൂവായി ഇവിടെ ഉത്ഭവിച്ചതാണ് തിരുനക്കര മഹാദേവൻ എന്നുള്ളതാണ് ഇവിടുത്തെ വിശ്വാസ സങ്കല്പം. മറ്റൊരു പ്രത്യേകത, തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിൽ പറയുന്നത് തന്നെ പ്രിയയോടും പ്രിയപുത്രന്മാരോടും ഒരുമിച്ച് വിരാജിക്കുന്ന അക്ഷരനഗരിയുടെ തിലകക്കുരുകയായി നിൽക്കുന്ന തിരുനക്കര മഹാദേവ ക്ഷേത്രം. തിരുനക്കര മഹാദേവ ക്ഷേത്രം വിശ്വപ്രസിദ്ധമാണ്. വിശിഷ്യ തിരുനക്കരയിൽ നടത്തുന്ന തിരുനക്കര പൂരം ഇന്ന് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ പൂരമായി മാറിയിട്ടുണ്ട്. അച്ചടക്കം കൊണ്ടും ചിട്ടകൾ കൊണ്ടും അതുപോലെ തന്നെ പടികൾ ഇറങ്ങി 22 ഗജവീരന്മാർ പടികൾ ഇറങ്ങി വരുന്ന ഈ മനോഹാരിത കൊണ്ടും തിരുനക്കര പൂരം അവിസ്മരണീയമാണ്. എല്ലാ വർഷവും തിരുനക്കര പൂരത്തിന് തലയെടുപ്പുള്ള 22 ഗജവീരന്മാരാണ് അണിനിരക്കാറുള്ളത്. ഈ വർഷത്തെ തിരുവുത്സവത്തിന്റെ പ്രത്യേകത, തെക്കിന്റെ തേവരെന്നറിയപ്പെടുന്ന തൃക്കടവൂർ ശിവരാജു തിരുനക്കര തേവരുടെ സ്വർണ്ണത്തിടം പേരി എന്നുള്ളതാണ്. തിരുനക്കര പൂരം മാത്രമല്ല, അതിനുശേഷം വലിയ വിളക്ക്, ദേശവിളക്കായി ഈ നാടൊട്ടുക്കും ദേശമൊട്ടുക്കും കൊണ്ടാടുന്നുണ്ട്. മാർച്ച് 23-നാണ് തിരുനക്കര തേവരുടെ ആറാട്ട്. അമ്പലക്കടവ് ദേവീക്ഷേത്രത്തിൽ ആറാട്ട് കഴിഞ്ഞ് തിരുനക്കര തേവർ തിരിച്ച് ഈ തിരുസന്നിധിയിലെത്തി 24-ാം തീയതി രാവിലെ 6 മണിയോടുകൂടി കൊടിയിറക്ക് നടക്കുമ്പോൾ പൈങ്കിനി ഉത്സവം സമാപിക്കും. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ നേരുന്നതിനായി തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന് സമീപമുള്ള S&B കംപ്ലീറ്റ് ബിസിനസ് സൊല്യൂഷൻ LLPയുടെ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ബഹുമാനിയായ സന്ധ്യാശ്രീ ബാലാജിയെ നമുക്ക് സ്വാഗതം ചെയ്യും. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് S&B കംപ്ലീറ്റ് ബിസിനസ് സൊല്യൂഷൻസ് LLP പിന്നെ DJs അക്കാഡമി ചേർന്ന് ഞങ്ങൾ ആശംസകൾ നേരുന്നു. Herzlichen Glückwunsch zum Tempelfest. Viel Spaß!
കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ നേരുന്നതിനായി 80 വർഷത്തിലേറെ സേവന പാരമ്പര്യമുള്ള കോട്ടയം ടെമ്പിൾ റോഡിലെ കോട്ടകൽ ആര്യവൈദ്യശാലയുടെ MD പ്രിയപ്പെട്ട ഡോക്ടർ ശ്രീധരൻ സാറിനെയും അദ്ദേഹത്തിന്റെ മാതാവിനെയും നമുക്ക് സ്വാഗതം ചെയ്യും. ശാന്തസ്വരൂപനായി സകുടുംബം വാഴുന്ന തിരുനക്കരയുടെ തിരുവുത്സവത്തിന് 80 വർഷത്തിൽ പരം പ്രവർത്തന പാരമ്പര്യമുള്ള കോട്ടക്കൽ ആര്യവൈദ്യശാലയുടെ തിരുനക്കര ഏജൻസിയുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സ്റ്റാഫിൻ്റെയും ആശംസകൾ എല്ലാ ഭക്തജനങ്ങൾക്കും നേരുന്നു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബഹുമാന്യയായ ലീന മാഡമാണ് എന്നോടൊപ്പം ഉള്ളത്. മാഡത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് നാടിന്റെ ഉത്സവമാണ്. അപ്പോൾ ദേവസ്വം ബോർഡ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുവേണ്ടി തയ്യാറാകുന്നത്? നമ്മുടെ ഇവിടുത്തെ ഉത്സവത്തോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാമാണ് പൂരം. ശരി. ഇത്തവണ നമുക്ക് പൂരത്തിന് 22 ആനകളെയാണ് എഴുന്നള്ളിച്ചിട്ടുള്ളത്. അതില് ഏറ്റവും നമുക്ക് ദേവസ്വം ബോർഡിന് തന്നെ ഏറ്റവും വലിയ ആനയായ കൊല്ലം ഗ്രൂപ്പിലെ ശിവരാജു ആനയാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അന്നേരം അത് തന്നെ എന്താ നമ്മുടെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. കാരണം ദേവസ്വം ബോർഡിൽ ഏറ്റവും റേറ്റ് ഉള്ള ആനയും ഏറ്റവും ഉത്തമമായിട്ടുള്ള ആനയുമാണ്, ലക്ഷണമൊത്ത ആനയുമാണ് ശിവരാജു ആന. ഒരു നാടിന്റെ ഉത്സവമാണ് തിരുനക്കര ആഘോഷം എന്ന് പറയുന്നത്. എത്ര ദിവസങ്ങളാണ് പ്രോഗ്രാമുകൾ നടക്കുന്നത്? നമുക്ക് എല്ലാ വർഷവും മീനമാസം 1 തൊട്ട് 10 വരെയാണ് ഈ ഉത്സവം നടത്തുന്നത്. അത് ഉപദേശ സമിതിയും ദേവസ്വം ബോർഡും സംയുക്തമായിട്ട് ചേർന്നാണ് നടത്തുന്നത്. ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന അതെ അതെ. ഇപ്പൊ നമ്മൾക്കെന്ന് പറഞ്ഞാൽ വേലകളി പ്രധാനമാണ്. അതുപോലെ തന്നെ ധാരാളം കഥകളി ഉണ്ടാവും, തിരുവാതിര ഉണ്ട്, പിന്നെ മറ്റ് എല്ലാ കലകളും ആറാട്ടുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? നമുക്ക് ആറാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പോകുന്ന വഴി ധാരാളം ആൾക്കാര് പറയെഴുന്നള്ളിപ്പ് നടത്താറുണ്ട്. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ നേരുന്നതിനായി സ്ത്രീ ശാക്തീകരണ രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഏറ്റുമാനൂർ അർച്ചന വിമൻസ് സെന്ററിന്റെ ഡയറക്ടർ മിസ് ത്രേസ്യാമ്മ മത്യുവിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഒബ്ലേറ്റ് മിഷനറീസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിലുള്ള അർച്ചന വിമൻസ് സെന്ററിലെ വനിതാ മേസ്ത്രിമാർ, കാർപ്പന്റർമാർ, പ്ലംബർമാർ, ഇലക്ട്രീഷ്യന്മാർ, സംരംഭകർ, അതുപോലെ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് ഞങ്ങളുടെ ഹൃദയംഗമമായ ആശംസകൾ.
പന്തലിൽ ഇളകി വിളകി നിൽക്കുവാൻ കടന്നു വരികയാണവൻ. പൂരപ്പെരുമയുടെ ഹൃദയാരവങ്ങളെ നെഞ്ചോടിച്ചവൻ. പേരുകേട്ട താരങ്ങളെ മലയാള മണ്ണിൽ എഴുന്നള്ളിച്ചു നിർത്തിയ പട്ടത്താനത്തിന്റെ മണ്ണിലെ തമ്പുരാൻ കുട്ടി. പട്ടത്താനം എന്ന പേരിലാണ് കേരളത്തിന്റെ ആവേശത്തിന്റെ വിലാസം സമ്മാനിച്ച ഗജകുമാരൻ. സ്വാഗതം, സുസ്വാഗതം. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ നേരുന്നതിനായി കോട്ടയം ശാസ്ത്രി റോഡിലുള്ള ടൈറ്റൻ ഐപ്ലസിലെ ഒപ്റ്റോമെട്രിസ്റ്റുകളായ ജോമോളെയും രശ്മിയും നമുക്ക് സ്വാഗതം ചെയ്യാം. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിന്റെ തിരുവുത്സവത്തിന് ടൈറ്റൻ ഐപ്ലസിന്റെ വക ആശംസകൾ. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ നേരുന്നതിനായി കോട്ടയം നാഗമ്പടത്തെ വേ ടു സ്റ്റഡി എഡ്യൂക്കേഷണൽ സർവീസിൻ്റെയും ക്രീൻസിയ ഇന്റർനാഷണൽ അക്കാദമിയുടെയും സ്റ്റുഡൻസ് കൗൺസിലേഴ്സായ ഡെൻസി മാമിനെയും രതീഷ് സാറിനെയും നമുക്ക് സ്വാഗതം ചെയ്യാം. തിരുനക്കര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് വേ ടു സ്റ്റഡി എഡ്യൂക്കേഷണൽ സർവീസിന്റെയും ക്രീൻസി ഇന്റർനാഷണൽ അക്കാദമിയുടെയും പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു.
തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ നേരുന്നതിനായി ഹോട്ടൽ മഹാദേവർ പ്യുവർ വെജിറ്റേറിയന്റെ ഓണം പ്രിയപ്പെട്ട രാജുവിനെ നമുക്ക് സ്വാഗതം ചെയ്യും. തിരുനക്കര മഹാദേവ ക്ഷേത്ര ഉത്സവത്തിൻ്റെ എല്ലാവിധ ആശംസകളും ഹോട്ടൽ മഹാദേവന്റെ പേരിൽ ആശംസകൾ നേരുന്നു. പൂരം കൂടുവാൻ ഒരുങ്ങി നിൽക്കുമ്പോൾ ഇനി ഇതാ തിരുനക്കര ദേവന്റെ ഗോപുരവാതിൽ തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകളോടെ കേരള ബാങ്ക് കോട്ടയം ബ്രാഞ്ച്. തിരുനക്കര മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ നേരുന്നതിനായി കോട്ടയം അനശ്വര തിയേറ്ററിന് സമീപത്തുള്ള പാലസ് റോഡിൽ പ്രവർത്തിക്കുന്ന ശങ്കര IAS വരദന്റെ കട, അതിന്റെ ഓണറെ നമുക്ക് സ്വാഗതം ചെയ്യാം. തിരുനക്കരയപ്പന്റെ ഉത്സവം ഇതാ നമ്മുടെ തിരുമുമ്പിൽ എത്തി നിൽക്കുന്നു. നമ്മളെല്ലാം ഉത്സവത്തിലാണ്, നാട് മൊത്തം ഉത്സവ ലഹരിയിലാണ്. അപ്പോൾ ഏതായാലും എല്ലാ നാട്ടുകാർക്കും, ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനും, എല്ലാ നാട്ടുകാർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും നമ്മുടെ സ്ഥാപനം അതായത് ശങ്കര IAS മൊബൈൽസിൻ്റെ പേരിലും എല്ലാ ആശംസകളും അർപ്പിക്കുന്നു.